അപ്പം നമ്പർ ഡിലീറ്റ് ചെയ്തില്ലല്ലേ? ഇടയ്ക്ക് ഡിലീറ്റ് ചെയ്യും, പിന്നെ സേവ് ചെയ്യും. നീ തന്നെ ബൈ ഹാർട്ടാക്കി തന്നെ. അല്ല, അപ്പോൾ നിനക്ക് എൻ്റെ നമ്പർ ഓർമ്മയുണ്ടല്ലേ? അത് ഞാൻ ഡിലീറ്റ് ചെയ്തില്ലല്ലോ. ആ, തന്ന് ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ? അത് വേണോ? എനിക്കിഷ്ടപ്പെട്ട കളറായോണ്ടാണോ നീ ഗ്രീൻ ഇട്ടേ? പിന്നെ നിനക്കെന്താ അതൊന്നല്ല. എടി, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ബാച്ച് ട്രിപ്പ് കഴിഞ്ഞിടെ നിന്റെ പപ്പ മാത്രം വീട്ടിലുണ്ടായുള്ളൂ. അന്ന് വീട്ടിലേക്ക് വന്ന നൈറ്റ്. അതിന് അല്ല, അതിനൊന്നുമില്ല. പെട്ടെന്ന് നീ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഉവ്വ ഉവ്വ. എന്ത് പറ്റി? ഫിംഗേഴ്സ് ഫ്രോസ് ആയി. ലൈക്ക് ദ ഫസ്റ്റ് ടൈം. ആ, അന്ന് ഫസ്റ്റ് ടൈം അല്ലാതെ പിന്നെ ഇതുപോലെ ഉണ്ടായിട്ടില്ല. പഴയതൊക്കെ ഓർമ്മ വരുന്നു. I really miss this. Me too. ശരിക്കും ഇത്ര നാളായിട്ട് ഒരിക്കലും പോലും നിനക്കെന്നെ വിളിക്കാൻ തോന്നിയില്ലേ? നിനക്കെന്നെ വേണ്ട? അക്സ, എന്തോ സത്യത്തിൽ നമ്മുടെ ഇടയിൽ എന്താ സംഭവിച്ചേ? അത് ഒരു മിനിറ്റ്. ഹലോ അപ്പ, ഞാനിപ്പോൾ വന്ന് കയറിയുള്ളൂ അപ്പ. ഇപ്പം ഈ 2-3 ദിവസം ബാംഗ്ലൂർ കാണുന്നോ പറഞ്ഞേ? ഓക്കെ, ഗുഡ് നൈറ്റ് അപ്പ. നമുക്ക് എന്ന് ഇതുപോലെ ഹാപ്പി കൂടെ. ഇതൊക്കെ നമ്മുടെ വൺസ് ഇൻ ലൈഫ് ടൈം മൊമെൻ്റ് അല്ലേ? അങ്ങനെ എത്ര വർഷം ഉണ്ടായിട്ടുണ്ട്? 13 തൊട്ട് ഞാൻ നിർത്തി. അതാണ്, അങ്ങനെ ഉണ്ടായ നമ്മളാ ഇപ്പം എല്ലാ കോണ്ടാക്റ്റും വിട്ടു. എടാ, ഇപ്പം എന്തിനാ അതൊക്കെ കൊണ്ടുവരുന്നേ? നിനക്ക് നമ്മൾ എടുത്തോ? അതാണോ നീല നിർത്തിയത്? തരോസാഷ് ഇപ്പം എന്തോ നിന്നെ കാണണം തോന്നി, അതാ വിളിച്ചേ. അതെ, നീ വിളിച്ചു, നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ പോയി, പിന്നെ നമ്മൾ ഇവിടേക്ക് വന്നു. ഗുഡ് ടൈംസ് റൈറ്റ്? ഗുഡ് ടൈംസ്. യാ, ഗുഡ് ടൈംസ്. നിനക്കറിയാലോ അവസാനമായപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന്? You know, I can't forget you just like that. I never forgot you. It was hard for me. When you left me just like that, I was so lonely, desperate. നിനക്കപ്പോഴും എല്ലാവരും ഉണ്ടായിരുന്നു. മറ്റേത് വായിക്കി.
other night, dear, as I lay sleeping, I dreamt I held you in my arms. But when I woke, dear, I was mistaken. So I hung my head and I cried. You were my sunshine, my only sunshine. You make me happy when skies are grey. You'll never know, dear, how much I love you. Please don't take my sunshine away. പൊളിച്ച് പണ്ടത്തെ അതേ ഫീലല്ലേ? ഒരേ സമയം ഓർക്കാനും മറക്കാൻ ആഗ്രഹിക്കുന്ന ആ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. എന്തിനാ നീ മറക്കാൻ നോക്കുന്നത്? എനിക്ക് അപ്പോഴും ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മെമ്മറീസ്. നീ എന്നെ അവോയ്ഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്കുണ്ടായ ബ്രേക്ക് ഡൗൺ. ഞാൻ എത്ര വേണം നിനക്കത് മനസ്സിലാവില്ല. നീ പോയപ്പോഴാണ് ഹ്യൂജ് ഗ്യാപ്പ്. ഓരോ ദിവസം ഇറ്റ് വാസ് റിയലി ഹാർഡ് ഫോർ മീ. ഐ ഫെൽറ്റ് എംപ്റ്റി മോസ്റ്റ് ഓഫ് ദി ടൈം. എനിക്ക് നിന്നെപ്പറ്റി ആലോചിക്കാൻ മാത്രമേ സമയം ഉണ്ടായുള്ളൂ. ആൻഡ് ദാറ്റ് ഡ്രോവ് മീ ക്രേസി. നീ എന്താ ഈ പറയുന്നത്? നീ ഇപ്പോഴും ഞാൻ നിന്നെ അവോയ്ഡ് ചെയ്ത കാര്യം മാത്രമാണ് ഫോക്കസ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ, നമ്മളമ്മ എന്തോരം പ്രശ്നങ്ങളായിരുന്നു. ഫുൾ ടൈം തല്ല്, കോപ്പ്. എനിക്ക് നിന്നോട് അവസാനം പറഞ്ഞു മടുത്തു. നമ്മളമ്മ എന്തായാലും ഒരു ഫ്യൂച്ചർ ഉണ്ടാകില്ലായിരുന്നു ഹാരിസ്. എടി, പ്രശ്നങ്ങളെന്താണ് നമുക്ക് പറഞ്ഞു തീർക്കായിരുന്നു. പക്ഷെ നിനക്ക് സംസാരിക്കാൻ ടൈമില്ല. വി ന്യൂ ഈച്ച് അതർ ഫോർ സോ ലോങ്. നമ്മുടെ ഉണ്ടായ കണക്ഷൻ എനിക്കിപ്പോൾ അതായത് ചെയ്യുമ്പോൾ കോമഡി ആയിട്ട് തോന്നണേ. എനിക്കിപ്പോൾ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ മൈൻഡില്ല. ബിക്കോസ് നീ പഠിപ്പിച്ചെന്നൊരു കാര്യമുണ്ട്. എന്തിനാ അത്? ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് ടൈം. ആൻഡ് അവസാനമാകുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മീൻ എനിത്തിങ് ആൻഡ് ഐ വിൽ എൻഡ് അപ്പ് ബീയിങ് ലോൺലി. നിനക്കിപ്പോൾ ആവശ്യത്തിന് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നീ ഓക്കെ ആണല്ലോ, അത് മതി. എനിക്കാരുണ്ടെന്നാ നീ പറയുന്നത്? എടാ, ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആരും ആർക്കും പകരമാകുന്നില്ല. ആൻഡ് ഐ എം സോറി ഇഫ് യു കാൻ ട്രസ്റ്റ് എനിവൺ എൽസ് ബിക്കോസ് ഓഫ് വാട്ട് ഐ ഡിഡ് ടു യു. എനിക്കിനറിയില്ല ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന്. ഐ ലോസ്റ്റ് മൈ മൈൻഡ്. ഐ എം സോറി. സോറി പറഞ്ഞെല്ലാം തീർന്നല്ലോ. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ ഇപ്പോൾ? എനിക്കൊന്നും വേണ്ട. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് യു ടു നോ യു ഹേർട്ട് മീ അ ലോട്ട്. യു പ്ലേഡ് വിത്ത് മൈ ഫീലിങ്സ്. വാട്ട് ദ ഫക്ക്? ഡോണ്ട് സേ ദാറ്റ്. ബിക്കോസ് യു ഓൾവേസ് ഹാവ് ടു ബി ദ ഗുഡ് ഗേൾ. നീ ഒരു നല്ല ഫ്രണ്ടായി പോലും കണ്ടിട്ടില്ല അക്സ. നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അത് തന്നെയാണ് നിന്റെ പ്രശ്നം. ഇൻഫാക്ട് ഇത് തന്നെയായിരുന്നു നമ്മുടെ ഇടയിൽ അവസാനമായപ്പോൾ ഉണ്ടായിരുന്ന ഹാരിസ്. യു ഓൾവേസ് വാണ്ടഡ് മോർ ഫ്രം മീ ആൻഡ് ഐ ഹാഡ് മൈ ഓൺ ലിമിറ്റ്സ് ആൻഡ് യു ആർ ദിസ് പേഴ്സൺ ഹൂ ഡിഡ്ന്റ് ടേക്ക് നോ ഫോർ ആൻ ആൻസർ. നീ എനിക്ക് വേണ്ടി എന്താ നീ പറയുന്നത്? ഇതാണ് പ്രശ്നം. നീ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്തില്ലെന്നാണ് പറയുന്നത്. അതോട് if you still love me, then answer me this. Why are we not together? എടാ, ഐ സ്റ്റിൽ കെയർ ഫോർ യു. പക്ഷേ നമ്മുടെ ഇടയിലുള്ള ഹാപ്പിനെസ് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. അതങ്ങനെ ആകണമെന്നുമില്ല. പക്ഷേ ഐ തിങ്ക് വി ഷുഡ് ജസ്റ്റ് ലീവ് ദിസ് മൊമെന്റ്. നിനക്ക് പറയാൻ എളുപ്പമാണ്. യു ഡോണ്ട് നോ ദ ഫീലിംഗ് ഓഫ് ബീങ് അലോൺ. ലൈഫിൽ ആരൊക്കെ ഉണ്ടായാലും ഐ വാസ് അൺഹാപ്പി ഫ്രം ദ മൊമെന്റ് ഐ ലോസ്റ്റ് യു. എനിക്കെന്താ ഈ വികാരങ്ങളൊന്നുമില്ലേ? ഇൻഫാക്ട് ഞാൻ എൻ്റെ പ്രോബ്ലംസ് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അതിന് നിനക്ക് വല്ലതുണ്ടെങ്കിലല്ലേ? നിന്റെ പ്രശ്നം അല്ല, നമ്മുടെ പ്രശ്നം എന്താണെന്ന് നിനക്കറിയോ? നിനക്കെല്ലാം പെട്ടെന്ന് മടുക്കും. ഈവൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പോലും നിനക്ക് പെട്ടെന്ന് മടുക്കും. യു നീഡ് ടു ഹാവ് ദിസ് കോൺസ്റ്റന്റ് ചേഞ്ച്. ആ ഒരു റഷ് വേണം. യു നോ യു ഹാവ് ടു നീഡ് സംതിങ് ന്യൂ ആൻഡ് എക്സൈറ്റിംഗ് ഓൾ ദ ടൈം. ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ്. നീ അതും ഇതും മിക്സ് ആക്കല്ലേ? നിർത്തി. ഞാൻ ഇനിയൊന്നും പറയുന്നില്ല. യാ, ദിസ് വാസ് മിസ്റ്റേക്ക്. ഞാൻ അതിനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. Face it, Harris. You still have problems with me. Why don't you get it off your chest, man? അതൊക്കെ വിട്. നിന്റെ എബിയാളെങ്ങനെയാ? AP. He's good.
ഡിഫറെൻറ്റ്? മൊത്തത്തിൽ ഏർപ്പാട് ശരിയല്ല. ഈ ചെറിയ സമയം കൊണ്ട് എങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത്? നിന്നെ ലൈഫ് ടൈം ഓടിക്കാനുള്ള ലൈസൻസ് എങ്ങനെയാണ് നീ ഒരാൾക്ക് കൊടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ലൈഫിൽ ചൂസ് ചെയ്യാനുള്ള വോയിസ് കൂടി എനിക്കില്ല. ഡിസിഷൻ മേക്കിംഗ് പോലും പകുതിയുള്ളൂ എൻ്റെ കയ്യിൽ. സോ ഞാൻ എങ്ങനെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞാലും അവർ പിന്നെ ഓരോ ആൾക്കാരെ കൊണ്ടുവരും. എന്നെ വെറുതെ ഇനി വീട്ടിലെന്ന് എനിക്ക് മനസ്സിലായി. സോ ഞാൻ സ്യൂട്ടബിൾ എന്ന് തോന്നിയ ഒരാളോട് യെസ് പറഞ്ഞതേ ഉള്ളൂ. അധികമൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഫ്രം ദിസ് ടു ദാറ്റ് നിനക്ക് എങ്ങനെയൊക്കെ അങ്ങനെ മാറാൻ പറ്റുന്നത്? ലൈഫിലല്ലല്ലോ അങ്ങനെ തന്നെയല്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടന്നില്ലെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇത് നീ നോർമലൈസ് ആക്കാൻ നോക്കല്ലേ? വാട്ട് യു ഡിഡ് ടു മീ വാസ് ബിച്ചി. നോ ഞാനിത് നോർമലൈസ് ചെയ്യാൻ നോക്കുകയല്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിനക്കും എന്നോട് അങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ബട്ട് ഇറ്റ്സ് റിയലി സാഡ് ദാറ്റ് വി കുഡന്റ് മേക്ക് ദിസ് വർക്ക്, ഹാരിസ്. കേട്ടുണ്ട്. ഈസ് ഹി ബെറ്റർ ദാൻ മീ? അങ്ങനെ ചോദിച്ചാൽ രണ്ടുപേരും ടോട്ടലി ഡിഫറെൻ്റ് ആണ് ശരിക്കും. നീ ആരും കാണിച്ചു കൊടുത്തേ? ദ അക്സ യു നോ ഓർ someone else? The real one? എന്നെ പറ്റി അറിയോ? ഇല്ല, ഇതുവരെ അത് ഡിസ്കസ് ചെയ്യാനുള്ള മൊമെൻറ്റ് കിട്ടിയില്ല. പക്ഷെ എനിക്കറിയായിരുന്നു. നീ എന്നെ അവോയ്ഡ് ചെയ്തപ്പോഴൊക്കെ ഞാനായിട്ടെല്ലാം നിർത്തിയിട്ട് പോയപ്പോഴും ഐ ജസ്റ്റ് ന്യൂ വൺ ഡേ ഞാൻ ഒന്ന് വിളിച്ച നീ വരുന്നു, ഇതേപോലെയൊക്കെ നമ്മുടെ ഇടയിൽ നടക്കുന്നു. അല്ല, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കിപ്പോൾ എൻ്റെ ലൈഫ് മടുത്തിട്ടൊന്നുമല്ല ഇപ്പം നമ്മളമ്മ ഇങ്ങനെയൊക്കെ ആയത്. എനിക്കിതിനെ ശരിക്കും ഇഷ്ടമാണ്. സോ നീ ഇത് നോർമലൈസ് ചെയ്യാൻ നോക്കണ്ട. ഞാനതല്ല ഉദ്ദേശിച്ചത്. യാ, പണ്ടും ഇതുപോലൊക്കെ തന്നെയാണ്. ഉദ്ദേശിക്കുന്നൊന്നുമല്ലല്ലോ പുറത്തേക്ക് വരുന്നത്. എടി, നിനക്കൊരു കാര്യം അറിയോ? എല്ലാവരും നീ വലിയ ഡീസൻറ്റ് പാർട്ടിയാണ്. അവർക്കറിയില്ലല്ലോ, എനിക്കെല്ലാം അറിയുള്ളൂ. നമ്മുടെ ചക്കന്മാരൊന്നും അറിയണ്ട. കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരുന്നു. അല്ല, ഞാനാരോടും പറയാൻ പോകണമെന്നില്ല. പറഞ്ഞാലും പറയാൻ വിശ്വസിക്കാനും പോകണില്ല. അതെന്താടാ, എനിക്ക് എല്ലാ ബോസിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണം ജീവിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഞാൻ മാത്രം എന്ത് ഇപ്പം ഇൻഡീസൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്തേ? അക്സ, വി ജസ്റ്റ് സ്റ്റാർട്ട് സെക്സ് ഫോർ യുവർ ഹസ്ബൻഡ്സ് അവേ. ഇതെന്താ അത്? Can I tell you something? പറ. What I felt about you, honest ആയിട്ട്? പറയ്, കേൾക്കട്ടെ. നിനക്ക് നിന്റെ ലൈഫിൽ ഇതുവരെ ആരെയും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. യു ലൈക്ക് ടു ടേക്ക് മീ ബൈ ഫോഴ്സ്. യു വീക്ക്, ഹാരിസ്. You can't even look into my eyes while we are doing it. You know why? That's because you can't stand me being happy. Even if it's with you. പിന്നെ നിനക്കിതുവരെ എവിടെ എത്തിച്ചേരാനും പറ്റിയിട്ടില്ല. So even when I enjoy every bit of what we do, you don't. Not even a bit. നീ എന്നെ ഫീൽ ബാഡ് ആക്കാൻ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. So the question is, did you ever love me genuinely? What? Did you ever love yourself? The truth sucks. I know. എല്ലാം തുറന്നു പറയുമ്പോൾ മോന്തിക്ക് അടി കിട്ടിയ പോലെ ഇല്ലേ? നമ്മളാരും പെർഫെക്റ്റ് അല്ലടാ.
നമുക്ക് ഒരുപാട് ഫ്ലോസ് ഉണ്ട്. ആൻഡ് വി ലിവ് വിത്ത് ദിസ് വൺ ലൈഫ്. അതിനിടയ്ക്ക് നമ്മൾ പല മണ്ടത്തരങ്ങളും വൃത്തികേടുകളും കാണിച്ചു കൂട്ടും. പക്ഷെ അതൊക്കെ ആലോചിച്ച് അതിൻ്റെ മീനിങ് ഒക്കെ കണ്ടുവരുമ്പോഴത്തേക്കും we die, right? And the most important thing is we don't have to explain everything to everyone. I know what I did is wrong. I'm not justifying that. But I choose to do it because it makes me happy. And we're all selfish when it comes to our happiness, right? പിന്നെ നീ എന്നോട് ചോദിച്ചില്ലേ ഇതെന്താന്ന്? അതെനിക്ക് നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ഒരു ആവശ്യമില്ല. യു ജസ്റ്റ് ഫീൽ ഇറ്റ്. ആൻഡ് ഇഫ് യു നോട്ട് ഹാപ്പി, just move on.